നമസ്തേ. ഞാൻ ശ്രീകുമാർ മാവേലിക്കര. കേരള ഇൻ മുംബൈ കാണുന്ന എല്ലാ സുഹൃത മനസ്സുകൾക്കും ഒരു വലിയ നമസ്കാരം. ഞങ്ങൾ ഇപ്പോൾ നഹർ അമൃതശക്തി ഓഡിറ്റോറിയത്തിലേക്ക് കടക്കുകയാണ്. 50 വർഷം മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞ കേരളത്തിൻ്റെ പ്രിയ കവി വയലാർ രാമവർമ്മയുടെ സ്മൃതിക്കായിട്ട് വയലാർ സ്മൃതി സന്ധ്യ ഇവിടെ അരങ്ങേറുകയാണ്. കേരളത്തിൻ്റെ പ്രഗത്ഭനായ ഭരണാധികാരി, വൈസ് ചാൻസലർ, കവി, ഗ്രന്ഥകർത്താവ് എന്ന നിലയിലെല്ലാം പ്രസിദ്ധനായ ശ്രീ കെ ജയകുമാർ IAS ആണ് ഇന്ന് നമ്മളുടെ കൂടെ വയലാർ സ്മൃതി സന്ധ്യ ആഘോഷിക്കാനായി ഒത്തുകൂടിയിരിക്കുന്നത്. എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വയലാറിൻ്റെ മകൻ വയലാർ ശരചന്ദ്രവർമ്മ. ആദ്യമായി വയലാർ കലാ സാംസ്കാരിക വേദിയോട്, മുംബൈ പവായിലുള്ള സാംസ്കാരിക വേദിയോട് ഈ കുടുംബത്തിൻ്റെ ശിരസ് മുമ്പിട്ട ഒരു കൂപ്പുകൈയോടെ ഒരു സ്നേഹാന്വേഷണം അറിയിക്കട്ടെ. മറ്റൊന്നുമല്ല, വയലാറിൻ്റെ 50ാം ചരമവാർഷികമായ ഈ വർഷം 2025 ഒക്ടോബർ 26 വൈകിട്ട് 6 മണിക്ക് ചന്ദിവലിയിലുള്ള നഹർ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു വയലാർ സ്മൃതി സന്ധ്യ നടത്തുന്നു. ഇതിൽപ്പരെ ഈ കുടുംബത്തെ ഇത്രയും അകലെ നിൽക്കുന്ന സ്ഥലത്തും ഈ കുടുംബം അഭിമാനത്തോടെ അവിടെ എത്താൻ കഴിയാത്ത സങ്കടത്തോടെ അഭിമാനിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, 50 വർഷമായി വയലാർ മരിച്ചത് എൻ്റെ ഭാഗമായിട്ട് 50 പ്രഭാഷണങ്ങൾ 50 വേദിയിൽ നടത്തുന്നു. ആരാണത്? ഒരുപക്ഷെ ജന്മാവകാശം വയലാറിൻ്റെ മകൻ എന്ന നിലയിൽ എനിക്കാണെങ്കിലും അക്ഷരാവകാശം എല്ലാ അർത്ഥത്തിലും ജയഞ്ചേട്ടനുള്ളതാണ്. കെ ജയകുമാർ IAS. അദ്ദേഹത്തിൻ്റെ 50 പ്രഭാഷണങ്ങളിലെ ആദ്യത്തെ പ്രഭാഷണം ഈ വയലാർ മണ്ണിൽ തന്നെയാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളതാണ് മറ്റു പ്രത്യേകത. അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. എങ്കിലും ഭദ്രദീപം എന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ സംവിധാനം ചെയ്ത ആ സിനിമയിൽ ആദ്യമായി വയലാറുമായി പാട്ട് എഴുതിയ അതാണ് ജയഞ്ചേട്ടൻ. ആ ജയഞ്ചേട്ടൻ ആ പാട്ടിൻ്റെ വരികൾ പോലെ അങ്ങോട്ടെത്തിയിരിക്കുന്നത് മന്ദാരമണമുള്ള ഒരു സന്ദേശവാഹനായ കാറ്റായിട്ടാണ്. എനിക്ക് ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഓരോ വാക്കും സൂര്യാംശു ഓരോ വയൽപ്പൂവിലും വൈഡൂര്യം പതിക്കുന്ന പോലെ നിങ്ങളുടെ ഓരോ മനസ്സിലെ ഓരോ അക്ഷരങ്ങൾ പതിക്കുന്നൊരു ഉറപ്പുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നായികയുടെ നഖകാന്തി കവർന്ന മുത്ത് അതിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആ നഖകാന്തി കവർന്നെടുത്ത പോലെ നിങ്ങളുടെ മനസ്സിനെയും അദ്ദേഹം കവരും. നിങ്ങളുടെ മനസ്സിനെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ തീർച്ചയായും ഓരോ മിനുങ്ങുന്ന മുത്താക്കി മാറ്റും എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഈ ചടങ്ങിൽ ശ്രീ പ്രേംകുമാർ സപ്തസ്വര, വിജയകുമാർ രാഗലയ അവരുടെ ശിക്ഷണത്തിൽ വയലാർ ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു ഗാനമേളയും ഒരു ഗാനാഞ്ജലിയും നടക്കുന്നു എന്നറിയുന്നു. എത്താൻ പറ്റാത്ത സങ്കടത്തോടെ വയലാർ പാട്ടുപാടി എല്ലാ ആശംസകളും തരുന്നു ഈ കുടുംബത്തിന് വേണ്ടി. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളെ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. അവിടെ വയലാർ കലാ സാംസ്കാരിക വേദിയുടെ പൂമരക്കൊമ്പിലേക്ക് പറന്ന് 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 വരാൻ പറ്റില്ലെങ്കിലും മനസ്സിനെ ആ കൊമ്പിലേക്ക്, ആ കൂട്ടിലേക്ക് ഞങ്ങൾ എല്ലാ പേരും കുടിയിരുത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാം അറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ മഹാനായ കവി, ഗാനരചയിതാവ് വയലാർ രാമവർമ്മ, അദ്ദേഹം അന്തരിച്ചിട്ട് 50 വർഷമായി. ഇന്നത്തെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് വയലാർ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ്. കേരളത്തിൽ അമ്പലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്.
ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ഇതുപോലെയുള്ള വയലാറിന് ആദരമർപ്പിക്കുന്ന ഇതുപോലെയുള്ള ഗാനാഞ്ജലികൾ കേരളത്തിലും വയലാറിൻ്റെ തന്നെ ചമകരമായ വയലാറിൽ നടക്കുന്നുണ്ട്. ഇന്ന് നടന്നിരുന്നു, നാളെ ഡൽഹിയിലുണ്ട്. ഇന്നിപ്പം നമ്മളുടെ കൂടെ നമ്മളുടെ ഏറ്റവും വലിയ ഭാഗ്യം ജയകുമാർ സാർ കേരളത്തിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നത് ഇപ്പം കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ വയലാറിനെ പറ്റി ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത് വേറെ ആരെങ്കിലും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് നമുക്ക് മുഖ്യ പ്രഭാഷണം എന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വയലാറിൻ്റെ തിരഞ്ഞെടുത്ത ഗാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഗാനാഞ്ജലി എന്നിവിടെ നടക്കുന്നുണ്ട്. വയലാറിനെ പറ്റി എത്ര നേരത്തെ സംസാരിച്ചാലും എനിക്ക് മതിയാക്കുകയില്ല, നിങ്ങൾക്ക് മതിയാവുകയും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വലിയൊരു കൺഫ്യൂഷനിലാണ് എവിടെ വെച്ചത് നടക്കണം എന്നൊക്കെയുള്ള കാര്യം. എന്തായാലും ഒരു 30-40 ചുരുട്ട് പോലും അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്കൊരു പാട്ടിലേക്ക് കിടക്കാമെന്നാണ് ഞാൻ വിചാരിക്കും. വ്യക്തിപരമായും പറഞ്ഞാൽ ഞാൻ വളരെ ഒരു ബാലനായിരിക്കുന്നതാണ്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മുതൽ ഞാൻ നിരന്തരം കൂടെ നടക്കുന്ന ഒരാളാണ് വയലാറിനാമ്പോൾ. അദ്ദേഹം മരിക്കുമ്പോൾ എനിക്ക് 23 വയസ്സാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മരിച്ച ദിവസം, മരിച്ച രാത്രി മെഡിക്കൽ കോളേജിൻ്റെ സർജിക്കൽ വാർഡിന് മുമ്പിൽ നിൽക്കാൻ ഡോക്ടർ എന്ന് പറയുന്നത് കേൾക്കാനും ഒക്കെ സമയം എനിക്ക് അവസരമുണ്ടായതൊക്കെ ഞാനവിടെ എത്തായിരുന്നു. പിന്നീടാണ് ശരത്ചന്ദ്രൻ്റെ അമ്മയൊക്കെ പോയത്. കുറച്ച് പേര് ഒരു നേരത്തെ അതിൽ പോയതാണ്. സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി, കവി എന്നുള്ളതിലേക്ക് ഞാൻ ആരാധനയോടുകൂടി കണ്ടിരുന്ന ഒരു ഗാനരചയിതാവ്, എൻ്റെ ഒരു മെൻറ്റർ. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെങ്കിലും ഞാൻ സ്വയം എൻ്റെ മനസ്സിൽ ഒരു മെൻറ്ററായി പ്രതിഷ്ഠിച്ച വയലാർ കേരളത്തിൻ്റെ രോമാഞ്ചമായി നിന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടിറങ്ങുമ്പോഴും ഓരോ പടത്തിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് വേണ്ടി പടം കാണാൻ പോയിരുന്ന ഒരു കാലം.
ഇനിയൊരു ജന്മം കൂടി
കൂടം